യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സ്ലിംഗ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് 2008 ഇന്നോവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. മോഡൽ ഇന്നോവ, ഏകദേശം 16-17 വർഷം പഴക്കമുള്ള വണ്ടി. 16-17 വർഷം പഴക്കമുള്ള വണ്ടി പ്ലസ് 2,30,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വണ്ടിയുമ്പോൾ റെസ്റ്റിൻ്റെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നീറ്റ് കണ്ടീഷൻ തന്നെയായിരുന്നു. നമ്മുടെ സീറ്റ് അടക്കം നോക്കണമെങ്കിൽ സീറ്റ് സ്റ്റോക്ക് കമ്പനി വരുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളെ ഗാരേജിലേക്ക് വർക്കിനായിട്ട് വന്നിരിക്കുന്നത്. കസ്റ്റമറുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 4 കൺവേർഷൻ ചെയ്യണം, സീറ്റ് വർക്ക് നല്ല രീതിയിൽ സീറ്റ് വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫുള്ളായിട്ട് വണ്ടി പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഗാരേജിലേക്ക് കസ്റ്റമർ എത്തിയത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട്. ഓൾഡ് പാർട്സ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു, ബോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലുണ്ടായിരുന്ന സ്റ്റിക്കറിങ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു. അതിനുശേഷം വണ്ടിമുള്ള ഡെൻറ്റുകളും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡെൻ്റ് ഉണ്ട്, അതുപോലെ ഈ ഒരു ഭാഗത്ത് ഡെൻ്റ് ഉണ്ട്, അവിടെ ചെറിയ ഡെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാർക്കിങ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തും നോർമൽ ഡെൻ്റൊന്നല്ലാണ്ട് മേജറായിട്ട് ഒരു ഇഷ്യൂസ് ഇല്ലാത്ത ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈമർ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാസ്കിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി നമ്മുടെ പ്രൈമർ കോട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇനിയിപ്പോൾ ടോപ്പിൽ അതും കൂടി സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് പ്രൈമർ അടിച്ചതിന് ശേഷം ഏകദേശം 24 മണിക്കൂർ നമ്മൾ പിന്നെ 2K പ്രൈമർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയും ഒന്നും ചെയ്യാൻ പാടില്ല. 24 മണിക്കൂർ വണ്ടീനെ ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 24 മണിക്കൂർ എന്നുള്ളത് നമ്മളൊരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഒന്ന് ഇടും. വണ്ടിയുടെ പ്രോപ്പർ ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയുടെ പ്രൈമർ കോട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് റൂഫിലുള്ള വർക്ക് ക്ലിയർ ചെയ്തിട്ട് റൂഫ് പ്രൈമർ അടിക്കും. അതിന് ശേഷം വണ്ടി അണ്ടർ കോട്ടിങ് കാര്യങ്ങളിലേക്കൊക്കെ പോകും കേട്ടോ. വണ്ടിയുടെ പെയിൻറ്റിങ് പുട്ടി വർക്ക് കഴിഞ്ഞു, പ്രൈമർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പെയിൻറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പ്രൈമർ അടിക്കുന്നതിനേക്കാളും മുമ്പ് സീറ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് സ്ലിംഗ് മെറ്റീരിയലാണ്. സ്ലിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് സീറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ 2 മെറ്റീരിയൽ യൂസ് ചെയ്യാറ്, നാപ്പ, സ്ലിംഗ്. അപ്പോൾ സ്ലിംഗ് മെറ്റീരിയലിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് സ്ലിംഗിൽ. അപ്പോൾ അതിൽ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്ന കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഈ കളറാണ് നമ്മളിപ്പോൾ ആ വണ്ടിക്ക് സീറ്റ് വർക്ക് ചെയ്യുന്നത്. ക്രിസ്റ്റയ്ക്ക് വരുന്ന സിൽവറാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പെയിൻറ്റ് കോട്ട്. ഒരു സിൽവർ ഒരുപാട് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നോവയ്ക്ക് വരുന്ന സിൽവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയിട്ടുള്ള സിൽവറാണ് വരാം. വൈറ്റ്നെസ് കുറച്ച് കൂടും, ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സിൽവറാണ് വരാം. ക്രിസ്റ്റയുടെ സിൽവർ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലായിരിക്കും. ഒരു ബ്ലാക്കും സിൽവറും എന്നാൽ വൈറ്റും ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു സിൽവറാണ് ക്രിസ്റ്റയ്ക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റയുടെ സിൽവറാണ് നമ്മൾ ആ വണ്ടിയിൽ പെയിൻറ്റിങ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോരോ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ജോബ് കാർഡിൽ ആക്സസറീസ് എന്തൊക്കെയാണ്. ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റ് കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജോബ് കാർഡ് ഒന്ന് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഫ്രണ്ട് ലൈനിങ് ഫോഗ് ലാമ്പ്, ഡെൻറ്റിങ് വർക്ക്, സീറ്റ് വർക്ക്, AC വിൻഡോ ഒരെണ്ണം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ അഡീഷണൽ ആക്സസറീസ് ആയിട്ട് കസ്റ്റമർ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് വിളിച്ച് ചോദിക്കാം. നമ്മൾ വിളിച്ചു. കസ്റ്റമർ വിളിച്ചപ്പോൾ കസ്റ്റമർ ആകെ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ വേണം, ബാക്കിൽ LED ടൈലറ്റ് വേണം, പിന്നെ അഡീഷണൽ ആയിട്ട് റൂഫും ഒരു ACയുടെ വിൻഡോ ഡാമേജ് ഉണ്ട്, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്, ഞാൻ ആക്സസറീസ് സംബന്ധമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളത്. പിന്നെ അതിന് കൂടെ തന്നെ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണത്. പിന്നെ എല്ലാവരും ഫോഗ് ലാമ്പ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ അപ്രൂവൽ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബമ്പറാണ്. നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഫ്രണ്ടിലെ ബമ്പർ, ബാക്കിലെ ബമ്പർ, സൈഡിലെ സ്കർട്ടിങ്, ഈ 3 പാർട്സുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രൈമർ ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് മെറ്റീരിയൽ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിൻ്റെ പ്ലാസ്റ്റിക് പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമർ ഉണ്ട്, വെള്ളമായിരിക്കും ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം വേണം അടുത്ത പരിപാടികളൊക്കെ. അപ്പോൾ അതിനുള്ള പ്രൈമറാണ് അടിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ നോർമൽ സർഫേസർ ഇതുമ്പോൾ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബമ്പർ, ആക്യുറേറ്റിൻ്റെ തന്നെ സ്കർട്ട്, അതേപോലെ ആക്യുറേറ്റിൻ്റെ തന്നെ റിയർ ബമ്പർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സെറ്റിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സെറ്റിങ്ങിന് മുമ്പ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഫുള്ളായിട്ട് എൻ്റെ ഇത് മാറ്റായി കിടക്കണമെന്നുള്ളത്. നമ്മളിത് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി ഇപ്പോൾ 2000 ml യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ക്ലിയർ കോട്ടൊക്കെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുക്കായിട്ട് വരും. ആ ഒഴുക്ക് ചെറിയ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇങ്ങനെ ക്ലിയറായിട്ട് നിൽക്കുന്നത് ഒരു ഓറഞ്ച് പീൽ എന്നൊക്കെ പറയും, ചെറിയ രീതിയിൽ. എക്സാമ്പിൾ പറയാം, ഇത് കട്ട് ചെയ്തില്ല, ഇത് കട്ട് ചെയ്യാത്ത ഭാഗമാണ്. പക്ഷേ നിങ്ങൾ കണ്ട ലൈറ്റ് അടിക്കാൻ വേണ്ട, ചെറിയ രീതിയിലൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷിങ് അതിൻ്റെ അപ്പം എല്ലാ രീതിയിലും എല്ലാ ഭാഗങ്ങളിലും കട്ടായിട്ടുണ്ട്. അതിന് ശേഷം ഇത് ബഫിംഗ് പാഡ് യൂസ് ചെയ്തിട്ട് ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മിറർ ഫിനിഷിങ് ഫീല്, അതായത് നല്ല രീതിയിലുള്ള ഒരു ഗ്ലോസി ലുക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഗ്ലാസ്സുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തു, ഹാൻഡിലുകൾ സെറ്റ് ചെയ്തു, ഫ്രണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ബാക്കിൽ ബമ്പർ കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ല. സൈഡിൽ പോസി അടിച്ച് പ്ലാറ്റ്ഫോം മാറ്റ് കാര്യങ്ങളൊക്കെ രണ്ടാമത് ഇട്ടു, ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. പ്ലാറ്റ്ഫോം ഒന്നും പക്ക നീറ്റാണ്. സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈഡ് സ്കർട്ടിങ് നമ്മൾ ആഡ് ചെയ്യണം. 2008 വണ്ടിയിൽ സ്കർട്ടിങ് ഒന്നും വരില്ല, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കിങ് നടക്കുന്നു. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളുടെ വണ്ടി 2008 മോഡൽ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റയ്ക്ക് വരുന്ന ഡാർക്കായിട്ടൊക്കെ വരുന്ന ഒരു സിൽവറാണ് അതിൽ അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഡാർക്ക്നെസ് ഉണ്ട്, അതേപോലെ സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിൽവറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്നത്. ക്രിസ്റ്റയുടെ സിൽവറാണ് അടിച്ചിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അങ്ങനെ വണ്ടി 2008 മോഡൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് വണ്ടി പെയിൻറ്റിങ് ചെയ്തു, ഫേസ് ലിഫ്റ്റിങ് ചെയ്തു, ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED എന്നുള്ള രീതിയിലുള്ള ഫേസ് ലിഫ്റ്റിങ് ചെയ്തു. അതേപോലെ തന്നെ വണ്ടിയുടെ അകത്ത് നമ്മളിത് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സ്ലിങ്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് നൈലോൺ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നമ്മളിതിൽ അടിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻ സപ്പോർട്ട്, തൈ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡായിട്ട് സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്, ഗിയറിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് വീല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സീറ്റിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് നമുക്ക് ഈ ഒരു ടൈപ്പ് 7 സീറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ 4 സീറ്റ് നമുക്ക് ഈ ഒരു ടൈപ്പ് തന്നെ അടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സീറ്റിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് യാത്രകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ട കംഫർട്ടായിട്ട് ഇരുന്ന് പോവുക. ഇങ്ങോട്ടുള്ള അലച്ചിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ നമ്മൾ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വർക്ക് 2008 വണ്ടിയാണെന്ന് പോലും അതിനെ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു വണ്ടി. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമർ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെയുള്ള വർക്കൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗാരേജായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വണ്ടിയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്ത് പോണത്. അപ്പോൾ എല്ലാവർക്കും